തിരുബലിയേകുവാൻ എന്നെ വിളിച്ചെന്റെ നാഥൻ നിത്യമാം ജീവൻ നേടാൻ യേശുവിൻ ബലിയാകുവാൻ തിരുബലിയേകുവാൻ എന്നെ വിളിച്ചെന്റെ നാഥൻ നീ. സന്യസ്ത ജീവിതത്തിലേക്ക് പ്രവേശിച്ച ചേച്ചിയെ കാണാനും ആശംസകൾ അറിയിക്കാനുമായി ഇന്നിവിടെ വന്നിട്ടുള്ള നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി നന്ദി പറയുകയാണ്. ഇന്നത്തെ ഈ ഫംഗ്ഷനിൽ ക്ഷണിക്കപ്പെട്ട് ഇവിടെ വന്നിട്ടുള്ള മുഖ്യ അതിഥികളെ വേദിയിലേക്ക് ക്ഷണിക്കാം. ചെന്നൈ മിഷൻ ഹൊസൂർ രൂപതയായി ഉയർത്തപ്പെട്ട നിമിഷം മുതൽ ഇന്ന് വരെ രൂപതയുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്കായി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അഭിവന്യ മാർ സെബാസ്റ്റ്യൻ പൊഴോളിപ്പറമ്പിൽ പിതാവിനെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Thank you everyone. Now let's stand for a prayer. I request Reverend Father Sibin Kotikil to invoke God's presence. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കാരുണ്യവാനായ കർത്താവെ, ഈ സന്തോഷകരമായ സുദിനത്തിൽ ഒത്തിരിയേറെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഞങ്ങളിവിടെ ആയിരിക്കുന്നു. കൂട്ടായ്മയിൽ അങ്ങയുടെ സാന്നിധ്യമുണ്ടെന്ന് അവിടുന്ന് എപ്പോഴും അരുൾ ചെയ്തിട്ടുണ്ടല്ലോ. ഇന്ന് അവിടുത്തെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണത്തിരുന്നാൾ ആഘോഷിക്കുന്ന സുദിനത്തിൽ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥവും തുണയും സഹായം എപ്പോഴും ഞങ്ങൾക്കുണ്ടായിരിക്കണമേ. കർത്താവിൻ്റെ പ്രിയപ്പെട്ട മണവാട്ടിയായി അവിടുത്തെ മുന്തിരിത്തോട്ടത്തിൽ സുദീർഘമായ സേവനമനുഷ്ഠിക്കുവാനായി കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ ഹന്ന റോസിനെയും നല്ലവരായ അവരുടെ പ്രിയ മാതാപിതാക്കളെയും എല്ലാ ബന്ധുമിത്രാദികളെയും സഹപ്രവർത്തകരെയും ആത്മമിത്രങ്ങളെയും അവിടെ നിന്ന് ആശീർവദിക്കണമേ. ഈ സായാഹ്നം കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. അവിടുത്തെ സുവിശേഷത്തിന് സാക്ഷികളായി തീരുവാനുള്ള കൃപ ഞങ്ങൾ കേൾക്കണമേ. ഇന്ന് പ്രത്യേകമായി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഭാരതത്തിനു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തികർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലേപോലെ എപ്പോഴും നീക്കും. ആമേൻ. ദീപമേ മിഴി തുറക്കൂ, തിരുമിഴി തുറക്കൂ. സത്യദീപമേ, നിത്യമാം പ്രകാശമേ, തെളിഞ്ഞിടേണമേ എന്റെ ജീവനിൽ. ഇരുളകറ്റി നീ നൽവഴികൾ കാട്ടണേ, നന്മ കാണുവാൻ നീ തെളിക്കണേ. എന്റെ ജീവിതം ശോഭയാർന്നിടാം, നിത്യമാം പ്രകാശമേ മിഴി തുറന്നിടൂ.
അഭിമന്യ പിതാവേ, ഈ അവസരത്തിൽ സിസ്റ്റർ ഹന്ന ചേച്ചിയോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളതെന്ന് അറിയാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. അത് ഞാൻ മുൻകൂട്ടി പള്ളിയിൽ വെച്ച് പറഞ്ഞു. ഞാൻ അധികം സമയം എടുക്കുന്നില്ല. കൃത്യമായിട്ട് സിസ്റ്റർ ഹന്നയെ അഭിനന്ദിക്കുന്നു. സിസ്റ്റർ ഹന്നയുടെയും കുടുംബത്തെയും കൃത്യമായിട്ട് അഭിനന്ദിക്കുന്നു. ഹൊസൂർ രൂപതയ്ക്ക് വലിയ കടപ്പാടുണ്ട് ഈ കുടുംബത്തോട്. കാരണം ഈ രൂപതയ്ക്ക് രൂപം കൊടുക്കുന്ന കാര്യങ്ങളിലെല്ലാം വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു കുടുംബമാണ് ഇവരുടെ കുടുംബം. എല്ലാവർക്കും അറിയാം. കൃത്യമായിട്ട് ഞാൻ അഭിനന്ദനങ്ങൾ നേരെയാണ്. പ്രാർത്ഥനയിൽ അടിത്തറ ഉറപ്പിച്ച് സമർപ്പിത ജീവിതത്തിൻ്റെ ഓരോ പടവുകൾ ചവിട്ടി കയറാനായിട്ട് സിസ്റ്റർ ഹന്നയ്ക്ക് ദൈവം കൃപ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സ്നേഹമുള്ളവരെ, അഭിമന്യ പിതാവേ, അധികം പറയുന്നില്ല. ചിക്കൻ 65-ൻ്റെ മണം അന്തരീക്ഷത്തിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരേ ഒരു കാര്യം, ഒരു കുട്ടികളുടെ ക്യാമ്പിന് ഒരു ഷമ്മാസിൻ്റെ അടുത്ത് ഒരു കുസൃതി പയ്യൻ വന്ന് ചോദിച്ചൊരു ചോദ്യം ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അവൻ വന്ന് ചോദിച്ചു, ബ്രദറ് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ്റെ ചോദ്യം ഭയങ്കര ചോദ്യമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമില്ലേ? അപ്പോൾ ബ്രദർ പറഞ്ഞു, ഉവ്വ എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ ബ്രദറിനെ നോക്കി, ബ്രദറിന് താല്പര്യമുണ്ടോ? അത് കഴിഞ്ഞിട്ട് ബ്രദർ രണ്ടാമത് ആഡ് ചെയ്ത് പറഞ്ഞു, എനിക്ക് അതിനേക്കാളും വലിയ ആഗ്രഹമാണ് അച്ഛനാവാനായിട്ട്. അപ്പോൾ നന്മയേക്കാളും വലിയ നന്മ, ഉപരി നന്മ, അതാണ് സിസ്റ്റർ ഹന്ന റോസ് ഇവിടെ ഇരിക്കുക. കർത്താവിനെ അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ട് ഇത് ഈ കാലഘട്ടത്തിൽ വലിയ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒത്തിരിയേറെ കൊച്ചുമക്കൾ ഇവിടെയുണ്ട്, നല്ലവരായ മാതാപിതാക്കന്മാർ. നമ്മുടെ ഇടവകയിൽ ഒരു മൂന്നാമതൊരു കുഞ്ഞുണ്ടാകുന്നു ഓരോരുത്തർക്ക് എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ്. അതിലൊരാളെങ്കിലും നമുക്ക് സെമിനാരിയിലേക്കോ മഠത്തിലോ കിട്ടുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയാണ് എല്ലാ അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും. ദൈവാനുഗ്രഹത്താൽ ഈ കഴിഞ്ഞ 2 മാസങ്ങളിലൊക്കെ ആയിട്ട് 4-5 കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് നമ്മുടെ ഇടവകയിൽ. അപ്പോൾ നല്ല ദൈവവിളി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതിന് അഭിമന്യ പിതാവ് പറഞ്ഞതുപോലെ ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ കുടുംബങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു കോൺഗ്രിഗേഷനാണ്. കുടുംബത്തിൽ നിന്നാണ്, ഗാർഹിക സഭയായ കുടുംബത്തിൽ നിന്നാണ് എല്ലാം ദൈവവിളി മുളയെടുക്കുന്നത്. അപ്പോൾ അതിന് കാരണക്കാരിയാകാനായിട്ട് സിസ്റ്ററുടെ സാന്നിധ്യം കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ഇടവകയുടെ പേരിൽ, നാളിതുവരെ നിങ്ങൾ നൽകിയ എല്ലാ നന്മകളുടെ പേരിൽ, കൈക്കാരന്മാരുടെ പേരിലും കമ്മിറ്റി അംഗങ്ങളുടെ പേരിലും ഓരോ കുടുംബ യൂണിറ്റുകളുടെ പേരിലും ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ഇവിടുത്തെ സിസ്റ്റേഴ്സിൻ്റെ പേരിലും അവിടെ നിന്ന് വന്നിരിക്കുന്ന എല്ലാ സിസ്റ്റേഴ്സിൻ്റെയും വൈദികരുടെ എല്ലാവരുടെയും പേരിലുള്ള എല്ലാവിധ അനുമോദനങ്ങളും ദൈവാനുഗ്രഹവും സിസ്റ്റർ ഹന്ന റോസിനും തരുന്നു. താങ്ക് യു. പ്രിയപ്പെട്ട വൈദികരെ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള ഇടവക അംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് അന്നയ്ക്ക് വേണ്ടി എന്താ പറയാന്ന് പോരുന്നതിന് മുൻപായിട്ട് വചനം ഒന്ന് തുറന്നു നോക്കി. കിട്ടിയ സന്ദേശം സുഭാഷിതങ്ങളുടെ പുസ്തകം 29-ാം അധ്യായം 25-ാം തിരുവചനമായിരുന്നു. കർത്താവിൽ ആശ്രയിക്കുന്നവൻ, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ സുരക്ഷിതനാണ്. അതെ, ഈ വിശ്വാസം കർത്താവിൽ അർപ്പിച്ചുകൊണ്ട് തൻ്റെ പ്രിയ മണവാളനായി ഈശോയെ സ്വീകരിച്ച് ആദ്യവ്രതാർപ്പണത്തിലൂടെ ഈശോയുടെ സ്വന്തമായി തീർന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ സിസ്റ്റർ ഹന്ന, ഞങ്ങളുടെ പ്രിയമുള്ള അനുജത്തി, എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. ഇന്ന് ഞങ്ങളുടെ സഭാസ്ഥാപികയായ വിശുദ്ധ മറിയം ത്രേസ്യ വളരെ സാഘോഷം കൊണ്ടാടിയിരുന്ന ഒരു തിരുനാളാണ് കരേറ്റ മാതാവിൻ്റെ തിരുനാൾ. അപ്പം അന്ന് തന്നെ ഇങ്ങനെ ഒരു ഔദ്യോഗികമായ വേദിയിൽ ആശംസകൾ അർപ്പിക്കുവാൻ അവസരം ലഭിച്ചതിൽ പ്രത്യേകം നന്ദി പറയുന്നു. ഇനിയുള്ള ജീവിതം വിശുദ്ധ മറിയം ത്രേസ്യയെ പോലെ കുടുംബങ്ങളുടെ കാവൽക്കാരിയായി, നല്ലൊരു സൂക്ഷിപ്പുകാരിയായി തീരുവാനുള്ള എല്ലാ ആശംസകളും ദൈവാനുഗ്രഹവും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.
ചെറിഷ്ഡ് ഹോം കമ്മിങ് ഇവിടെ ആരംഭിക്കുമ്പോൾ സിസ്റ്റർ ഹന്ന റോസ് ജനിച്ച് ജീവിച്ച് പഠിച്ച് വളർന്ന ഒരു സമൂഹത്തിലേക്കാണ് സിസ്റ്റർ കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഒരു വേറിട്ട സമ്മാനമാണ് സമർപ്പിത ജീവിതം. ഈ സമർപ്പിത ജീവിതത്തിലേക്ക് ഏറ്റവും ത്യാഗത്തോടെ, സ്നേഹത്തോടെ, ധീരതയോടെ കാലെടുത്ത് വയ്ക്കാൻ സ്നേഹമുള്ള സിസ്റ്റർ ഹന്ന റോസ് എടുത്തു വെച്ച ഈ വലിയ ധീരതയ്ക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള അഭിനന്ദനങ്ങളും ആശംസകളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ടാകും, ഈ കൊച്ചല്ലേ നമ്മുടെ ഇടയിൽ ഇന്നലെ വരെ അല്ലെങ്കിൽ കഴിഞ്ഞ 9-ാം തീയതി വരെ നമ്മുടെ ഹന്ന മോളായിട്ട് ചിരിച്ചത്, കളിച്ചത്, പഠിച്ചത്, ഡാൻസ് കളിച്ചത്, വോളിബോൾ കളിച്ചത്, പിന്നെ എന്തൊക്കെയാ ഓൾട്ടർ ഗേൾ ആയത്, ഇങ്ങനെ പലതരത്തിലും ഇടവകയുടെ എല്ലാ മേഖലകളിലും, ഒപ്പം സ്കൂളിൻ്റെ എല്ലാ തലങ്ങളിലും, പഠനത്തിലും പ്രവർത്തനത്തിലും കളികളിലും സ്പോർട്സിലും ഒക്കെ തിളങ്ങി വിളങ്ങി നിന്നിരുന്ന ഒരു സ്റ്റാറായിരുന്നു നമ്മുടെ പ്രിയമുള്ള ഹന്നാമോൾ. ഈ ഹന്നാമോൾ ഓഗസ്റ്റ് 10-ാം തീയതി യേശുവിൻ്റെ മണവാട്ടിയായി മാറി. ഇതിന് എനിക്ക് തോന്നുന്നു അമ്മച്ചിമാരോട് ആദ്യം ചോദിക്കാം, അമ്മച്ചിമാരൊക്കെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് തന്നെ ഭർത്താവ് എങ്ങനെയായിരിക്കണം എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. എൻ്റെ ഭർത്താവ് ഇങ്ങനെയുള്ള ആയിരിക്കണം, സ്വപ്നം കാണാത്ത ആരും തന്നെ ഇവിടെ ഉണ്ടാവില്ല. യുവാക്കളോട് ചോദിച്ചാൽ എനിക്ക് വരാൻ പോകുന്ന ഷുഡ് ബി ലൈക്ക് ദിസ് എന്ന സുന്ദരനും സുമുഖനും സമ്പന്നനും സൽസ്വഭാവിയും ഒക്കെ ആകണമെന്ന് ആഗ്രഹിക്കും. ഒപ്പം ഇന്നത്തെ കൊച്ചുമക്കളോട് സ്കൂളിലായതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും, ചെറിയ ക്ലാസ്സിൽ തുടങ്ങി അവർ പറയും എൻ്റെ ബോയ് ഫ്രണ്ട് ഷുഡ് ബി ലൈക്ക് ദിസ് ഓർ ഷുഡ് ബി ലൈക്ക് ദാറ്റ്. ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ജനിച്ച് ജീവിച്ച് വളർന്ന ഒരു കൊച്ചുമകളാണ് എൻ്റെ പ്രിയപ്പെട്ട ഹന്ന. അവിടെ ആയിരിക്കുമ്പോഴും ധീരതയോടെ ഏറ്റവും സുമുഖനും സുന്ദരനുമായ കർത്താവിനെ, ഏറ്റവും സമ്പന്നനും സമൃദ്ധിയും എല്ലാത്തിൻ്റെ ഉടമയുമായ ദൈവത്തിൻ്റെ മകനായ ക്രിസ്തുവിനെ എല്ലാറ്റിലും ഉപരി തൻ്റെ ആത്മീയ മണവാളനായി സ്വീകരിക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു വ്യത്യസ്തമായ കാൽവയ്പ് എടുത്തു വയ്ക്കാൻ എൻ്റെ ഈ മകൾക്ക് സാധിച്ചുവെങ്കിൽ അത് തീർച്ചയായും ഇവളുടെ വലിയ ആത്മീയ നിറവാണ് എന്ന് തന്നെ പറയാം. ഇതിനുവേണ്ടി എനിക്ക് തോന്നുന്നത് ഇവിടെ ഐ ആം ഹാപ്പി ടു ആൻഡ് പ്രൗഡ് ടു സേ ദാറ്റ് സാഞ്ചോ ചേട്ടനും റൂബി ചേച്ചിയും എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞ് ആദ്യം വന്നത് കിൽക്കട്ടിലെ ആ ഭാഗത്തേക്കാണ്. അന്ന് തുടങ്ങി അതിനുശേഷം ഗൗരവത്തേക്ക് വന്നു. അവരുടെ പ്രാർത്ഥനാ നിർഭരമായ ആ ജീവിതം തീർച്ചയായും പരിശുദ്ധ അന്നയും ജോവാക്കിയും എങ്ങനെ ദൈവത്തിന് സമർപ്പിക്കാൻ അവർ പ്രാപ്തരാക്കിയോ അതേ തീക്ഷ്ണതയോടെയാണ് സാഞ്ചോ ചേട്ടനും റൂബി ചേച്ചിയും ഈ സ്നേഹമുള്ള ഹന്നയുടെ മാതാപിതാക്കൾ ഈ മകളെ ഒരുക്കിയെടുത്തത്. അപ്പോൾ പ്രിയമുള്ള മാതാപിതാക്കൾക്കും കൂടെ കളിച്ച് വളർന്ന പെനീനയ്ക്കും ഒപ്പം ഇനിയും ചാൻസ് ഉണ്ട്. പെനീനയ്ക്കും എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ അഭിനന്ദനങ്ങളും നേരുന്നു. ഈ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ തീർച്ചയായും പ്രത്യേകിച്ച് ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിന് വലിയ അഭിമാനമുണ്ട്. ഇന്ന് കിൽക്കട്ടിലെ സ്കൂളിൽ കുട്ടികളുടെ സ്പോർട്സ് മീറ്റ് നടക്കുകയായിരുന്നു. അവിടെ സ്പോർട്സ് മീറ്റിലെ ഒരു പ്രധാന ഐറ്റമാണ് നമുക്കറിയാം റിലേ എന്നുള്ളത്. റിലേ ഓടുവാനായിട്ട് ഇറ്റ്സ് നോട്ട് പോസിബിൾ വിത്തിൻ സിംഗിൾ പേഴ്സൺ. ഇതിനൊരു ടീം എപ്പോഴും ആവശ്യമാണ്. ആ ബാറ്റിന് ഒരാൾക്ക് കൈമാറണം, അടുത്ത ആൾക്ക് കൈമാറണം. തീർച്ചയായിട്ടും ഈ സന്യസ്ത ജീവിതത്തിൻ്റെ റിലേ, തിരുക്കുടുംബ സന്യാസിനി സമൂഹത്തിൻ്റെ റിലേ, വിശുദ്ധയായ മറിയം ത്രേസ്യ തുടങ്ങി വെച്ച ഹൃദയത്തിൽ അഗ്നിയും കാലിൽ ചിറകുകളുമായി കുടുംബങ്ങളിലേക്കും ദൈവത്തിലേക്കും കുടുംബത്തിലേക്കും ഇറങ്ങിപ്പോയ വിശുദ്ധയായ മറിയം ത്രേസ്യ അമ്മയുടെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് ഹൃദയത്തിൽ ദൈവിക ചൈതന്യവും കാലുകളിൽ ആത്മീയ സഹോദരങ്ങളിലേക്കുള്ള ചലനവും ഒരുപാട് സ്വന്തമാക്കിയ മകളാണിത്. പ്രത്യേകിച്ച് സിൽച്ച മിഷനിലെല്ലാം പോയി അവിടെ ഹന്ന എന്ന ഒരു ഇടവക തന്നെ രൂപം കൊള്ളാൻ നമ്മുടെ സിസ്റ്റർ ഹന്നയുടെ ഫോർമേഷൻ കാലഘട്ടം സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഓർക്കുമ്പോൾ വളരെ സന്തോഷത്തോടും വളരെ അഭിമാനത്തോടും കൂടിയാണ് ആസ് എ പാർട്ട് ഓഫ് ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ വെൻ ഐ സ്റ്റാൻഡ് ഹിയർ. ഐ റിയലി കൺഗ്രാജുലേറ്റ് യു ആൻഡ് എക്സ്റ്റെൻഡ് അവർ വാം വിഷസ് ടു യു. ആൻഡ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്, ഞങ്ങളെല്ലാവരും കൂടെയുണ്ട്.
ഒപ്പമുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട അനുജത്തിയോടൊപ്പം. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഇന്നത്തെ ദിവസം കൂടുതൽ കൂടുതൽ അനുഗ്രഹമുള്ളതാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗുഡ് ഈവനിങ് എവ്രി വൺ. ആക്ച്വലി അന്നമോളെ ഐ എം പ്രൗഡ് ഓഫ് യു. സാൻജോ ചേട്ടനും റൂബി ചേച്ചിക്കും ഒപ്പം ഞങ്ങൾക്കും അഭിമാനമുണ്ട്. കാരണം ഞങ്ങളുടെയും മകളാണ്. സോറി, ഞാൻ കുറച്ച് ഇമോഷണലാണ്. കഴിഞ്ഞ ശനിയാഴ്ച ഈ ചടങ്ങുകളെല്ലാം ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്നു ഞാൻ. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ റൂബി ചേച്ചിക്ക് മെസ്സേജ് അയച്ചു. താങ്ക് യു സോ മച്ച്. അത് ലൈവ് വിടാൻ തോന്നിയ ഒരു നല്ല മനസ്സിന്. പോകാൻ ആഗ്രഹിച്ചിട്ടും സാധിച്ചില്ല ഞങ്ങൾക്ക്. അത് വളരെ ഹാർട്ട് വാമിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ചകളായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും അടുത്ത ഒരാൾ കന്യാസ്ത്രീയായിട്ട് മാറുന്ന ഒരു കൺമുമ്പിലൂടെ കൈക്കുള്ളിലൂടെ വളർന്നു പോയ ഒരു കുഞ്ഞ് കന്യാസ്ത്രീ വസ്ത്രം ധരിച്ച് തിരുവസ്ത്രം ധരിച്ച് മുമ്പിൽ നിൽക്കുമ്പോൾ അവളെ ഇനി മുതൽ സിസ്റ്റർ ഹന്ന എന്ന് വിളിക്കണോ, ഹന്ന മോളെ അല്ലെങ്കിൽ മോൾ സിസ്റ്ററെ എന്നൊക്കെ വിളിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഇവിടെ പലരും പറഞ്ഞു പോയതുപോലെ നൂത്തഞ്ചേരി ഇടവകയെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്കൊരിക്കലും സാൻജോ ചേട്ടനെയും റൂബി ചേച്ചിയും ആ കുടുംബത്തെയും, മമ്മി ഉണ്ടായിരുന്നു, മമ്മി മരിച്ചുപോയി, അവരെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. അവരില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഫോർമേഷൻ, ഈ ഇടവകയുടെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോർമേഷൻ സാധ്യമാവുകയില്ലായിരുന്നു എന്ന് എനിക്ക് അടിയുറപ്പിച്ച് പറയാൻ സാധിക്കും. ഞാനും ഷൈനും ഞങ്ങളുടെ മക്കളും ഒത്തൊക്കെ ഒരുവാക്കം ഇടവകയിലേക്ക് ആദ്യം വരുമ്പോൾ ഗേറ്റിങ്ങിൽ നിന്ന് തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കയ്യിലേക്ക് ഏറ്റുവാങ്ങി ഞങ്ങളെ അകത്തേക്ക് ആനയിച്ചു കൊണ്ടുപോയത് സാൻജോ ചേട്ടനും റൂബി ചേച്ചിയുമായിരുന്നു. അന്ന് തൊട്ട് ഇന്നോളം ഇഴപിരിയാത്ത ഒരു സൗഹൃദം, ഒരു ജ്യേഷ്ഠ സഹോദര തുല്യമായ ഒരു സ്നേഹമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. ഇവരുടെ കുഞ്ഞ് കന്യാസ്ത്രീ ആയില്ലെങ്കിൽ പിന്നെ ആരാണാവുക? ഏറ്റവും വിശുദ്ധയായ ഒരു കന്യാസ്ത്രീ ആയില്ലെങ്കിൽ ആരാണാവുക? എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്, ഒരു ക്രിസ്തീയ കുടുംബം എങ്ങനെ ആയിരിക്കണമെന്ന്, ഒരു ഇടവകയിൽ എങ്ങനെ പെരുമാറണമെന്ന്, ഒരു കുടുംബ യൂണിറ്റ് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ആദ്യം ഞാൻ പഠിച്ചത് റൂബി ചേച്ചിയെയും സാൻജോ ചേട്ടനെയും നോക്കിയാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു പ്രസംഗം എങ്ങനെ പറയണമെന്ന്, ഒരു പ്രാർത്ഥന എങ്ങനെ ഒരുങ്ങാതെ ഓൺ ദി സ്പോട്ട് ഒരു പ്രാർത്ഥന എങ്ങനെ ഡെലിവർ ചെയ്യണമെന്ന് പഠിച്ചത് സാൻജോ ചേട്ടനിൽ നിന്നാണ്. ബിനോയച്ചൻ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ ഒരു ഫാമിലി യൂണിറ്റ് ആയിരുന്നു, സെന്റ് തോമസ് ഫാമിലി യൂണിറ്റ്. അച്ഛൻ ഒരു ദിവസം ഞങ്ങളുടെ ഭവനത്തിൽ വന്നപ്പോൾ പറയുകയുണ്ടായി, ഒരു ലോഹ നന്നായി വൃത്തിയായി അലക്കി തേച്ചൊരു ഹാങ്ങറിൽ അൾത്താരയിൽ ഇട്ടിട്ട് മൈക്ക് സാൻജോയുടെ കൈ കൊടുത്താൽ മതി, കുർബാന മുമ്പോട്ട് കൊണ്ടുപോയിക്കോളും. ഒരു വളരെയേറെ വിശുദ്ധനായ ഒരു വൈദികനാകേണ്ട ഒരു വ്യക്തിയായിരുന്നു സാൻജോ ചേട്ടൻ എപ്പോഴും ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും ആ ഒരു ദൈവവിളി മകളിലൂടെ ഇന്ന് ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ തിരുവസ്ത്രം അണിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയുകയാണ്. നമ്മൾ ഈ നിൽക്കുന്ന ദേവാലയത്തിന്റെ മുറ്റത്ത് ആദ്യം ഉയർന്നത് ഒരു ചെറിയ കുടിലായിരുന്നു. ആ കുടിലിന്റെ ഉള്ളിൽ ഒരു ക്രൂശിത രൂപവും അന്തോനിയോസ് പുണ്യാളന്റെ ഒരു രൂപവും വെച്ചിട്ട് ദേവാലയ നിർമ്മാണം പൂർത്തിയാകുന്ന അന്നേ ദിവസം വരെ ഇവിടെ നൊവേനകൾ നടത്തുമായിരുന്നു. ആ നൊവേനയ്ക്ക് എല്ലാ ദിവസവും നേതൃത്വം കൊടുത്തിരുന്നത് സാൻജോ ചേട്ടനായിരുന്നു. ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ, എത്ര പേരെന്ന് ഇവിടെ നൊവേനയ്ക്ക് വന്ന് ഈ അടുത്തേക്ക് ഇന്ന് എത്തിപ്പെടാൻ പാടാണ്. അന്ന് ഇതിലും ദുർഗമമായിരുന്നു പാതകൾ. ആർക്കും എത്തിപ്പെടാൻ സാധിച്ചില്ലെങ്കിലും സാൻജോ ചേട്ടൻ വാസ് ഹിയർ. അന്തോണിസി പുണ്ണാളന്റെ കൈ പിടിച്ച് രാവും പകലും നിലത്ത് കമിഴ്ന്നു കിടന്ന് ഈ ഇടവകയുടെ ഈ ദേവാലയ പണി പൂർത്തിയാക്കുവാൻ വേണ്ടി പ്രാർത്ഥനയിലൂടെ ഏറ്റവും അധികം അധ്വാനിച്ചത് സാൻജോ ചേട്ടനാണ്. സോ എനിക്ക് ഏറ്റവും ദൈവം കഴിഞ്ഞാൽ താങ്ക്സ് പറയാനുള്ളത് റൂബി ചേച്ചിയോടും സാൻജോ ചേട്ടനോടുമാണ്. ഹന്നാമോളെ നല്ലൊരു കന്യാസ്ത്രീ ആയിരിക്കുക. കന്യാസ്ത്രീകളെ കുറിച്ച് ഒരുപാട് അപവാദങ്ങളും തിരുസഭയ്ക്കെതിരെ ഒരുപാട് അപവാദങ്ങളും ഉയർന്നുകൊണ്ടിരുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനെ ധീരമായ ഒരു തീരുമാനമെടുത്ത് എനിക്ക് കർത്താവിനെ മതി, ബൈബിളിൽ പറയുന്നത് പോലെ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു, അത് അവളിൽ നിന്നും എടുക്കപ്പെടുകയില്ല എന്നും തിരുസഭയുടെ ഒരു വിശുദ്ധ പുഷ്പമായി പരിലസിക്കുവാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. കൺഗ്രാറ്റുലേഷൻസ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. അഭിവന്യ പിതാവേ, സ്നേഹം നിറഞ്ഞ വൈദികരെ, സിബിൻ കോട്ടയ്ക്കൽ അച്ഛ, സിസ്റ്റർ സുപ്പീരിയർ സിസ്റ്റർ എൽസി മരിയ, മറ്റ് സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരങ്ങളെ, വിശ്വാസത്തിൽ ഒരേ കുടുംബത്തിൽ അംഗങ്ങളായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഇടവക ജനമേ, നമ്മെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെ സുദിനമാണ് ഇന്ന്. നന്ദിയുടെ 2 വാക്ക് പറയുവാനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ ആയിരിക്കുക.
ദൈവസാന്നിധ്യം വിളംബരം ചെയ്യുന്ന ഈ ദേവാലയ അങ്കണത്തിൽ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന അഭിമന്യ പിതാവേ, ബലിയർപ്പണത്തിലൂടെയും മനോഹരമായ വചന സന്ദേശത്തിലൂടെയും എൻ്റെ പരിശീലന കാലഘട്ടത്തിൽ എന്നെ സന്ദേശിക്കുകയും എനിക്ക് പിതൃവാത്സല്യമായി എനിക്ക് വേണ്ട ആത്മീയ ഉപദേശങ്ങൾ നൽകുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതെല്ലാം ഏറെ നന്ദിയോടെ ഈ സമയം ഞാൻ ഓർക്കുന്നു. ഇനി ഞാൻ കടപ്പെട്ടിരിക്കുന്നത് ഈ ഇടവകയുടെ മുൻ വികാരിമാരോടാണ്. എനിക്കൊരു വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ആൻഡോ അച്ഛൻ ഈ ഇടവകയുടെ വികാരിയായി വന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഏറെ വാത്സല്യത്തോടും സ്നേഹത്തോടും കൂടിയാണ് അച്ഛൻ എന്നെ നയിച്ചത്. എൻ്റെ വെസ്റ്റീഷന്റെ ദിവസം അവിടെ വരികയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആൻഡോ അച്ഛനെ ഈ സമയം നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. ചുരുങ്ങിയ കാലം വികാരിയായിരുന്ന റിജു പൈനാട് അച്ഛൻ ഇന്ന് അമേരിക്കയിൽ സേവനമനുഷ്ഠിക്കുമ്പോൾ പെനീനയ്ക്ക് മാമോദിസ കൊടുത്ത ആ ദിനം ഇന്നും ഞാൻ ഓർക്കുന്നു. അന്ന് മുതൽ ഇന്ന് വരെ ആ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന റിജു അച്ഛനെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. നീണ്ട 8 വർഷക്കാലം നമ്മുടെ വികാരിയായിരിക്കുകയും ആത്മീയ പടവുകൾ ചവിട്ടി കയറുവാൻ എന്നെ സഹായിക്കുകയും ആദ്യമായി ഞാൻ ഈശോയെ സ്വീകരിച്ചതും അൽത്താര ബാലികയായി ആദ്യമായി ബലിവേദിയിലേക്ക് എന്നെ ആനയിച്ചതും സന്യാസ ജീവിതം തിരഞ്ഞെടുക്കുവാനുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ട ആത്മീയ ഉപദേശങ്ങൾ ഏറെ സ്നേഹത്തോടെ നൽകുകയും ചെയ്ത ബഹുമാനപ്പെട്ട റോയ് പാനിക്കുളങ്ങര അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ഈ നിമിഷം ഞാൻ ഓർക്കുന്നു. ബിനോയ് അച്ഛൻ നമ്മുടെ ഇടവകയുടെ വികാരിയായിരിക്കുമ്പോഴാണ് ഞാൻ സന്യാസ ജീവിതത്തിലേക്ക് നടന്നു നീങ്ങിയത്. ഏറെ സ്നേഹത്തോടെ എന്നെ യാത്രയയക്കുകയും തുടർന്നുള്ള കാലങ്ങളിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വെക്കേഷൻ സമയങ്ങളിൽ ഞാൻ വരുമ്പോൾ എന്നെ സ്വീകരിക്കുകയും പിതൃവാത്സല്യത്തോടെ സ്നേഹാന്വേഷണങ്ങൾ നടത്തുകയും ആ കാലങ്ങളിൽ എന്നെ നയിക്കുകയും ചെയ്ത അച്ഛനെ വളരെയധികം സ്നേഹത്തോടെ അതിലുപരി നന്ദിയോടെ ഓർക്കുന്നു. പിന്നീട് കടന്നു വന്ന ഇപ്പോൾ നമ്മോടൊപ്പം ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട സിബിൻ കോട്ടക്കൽ അച്ഛനെ നന്ദിയോടെ ഓർക്കുന്നു. ഇന്നത്തെ ഈ പരിപാടിക്ക് പ്രധാന പങ്ക് വഹിച്ചത് അച്ഛനാണ്. ഞങ്ങളുടെ അസാന്നിധ്യത്തിൽ ഹൊസൂർ രൂപതയിലെ എല്ലാ വൈദികരെയും പ്രത്യേകമായി പല പ്രാവശ്യം ക്ഷണിക്കുകയും ഇന്നേ ദിനം മനോഹരമാക്കുവാൻ ഏറെ പ്രയത്നിക്കുകയും അതിലുപരിയും പ്രാർത്ഥിക്കുകയും ചെയ്ത അച്ഛനെ നന്ദിയോടെ ഓർക്കുന്നു. അച്ഛൻ ചെന്നൈ മിഷനിൽ വന്ന നാൾ മുതൽ ഞങ്ങളുടെ കുടുംബവുമായുള്ള സ്നേഹബന്ധത്തെയും ഈ നിമിഷം ഓർത്തുപോകുന്നു. ഹൊസൂർ രൂപതയുടെ കീഴിലുള്ള ഗൗരിവാക്കം, കീഴ്ക്കട്ടലെ, വേളാച്ചേരി എന്നീ മഠങ്ങളിലെ എല്ലാ സിസ്റ്റേഴ്സ് സുപ്പീരിയേഴ്സിനെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും ഏറെ നന്ദിയോടെ ഓർക്കുന്നു. എൻ്റെ പ്രഥമ വ്രത വാഗ്ദാനം ഏറ്റവും മനോഹരമായി നടക്കുവാൻ ഏറെ പ്രാർത്ഥിക്കുകയും സാന്നിധ്യം കൊണ്ട് ശക്തിപ്പെടുത്തുകയും ചെയ്ത എല്ലാ സിസ്റ്റേഴ്സിനും കൂപ്പുകൈ. ഇനി ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുന്നത് സിസ്റ്റർ ഭവ്യ തെരേസിനോടാണ്. എന്നിലെ ദൈവവിളി മനസ്സിലാക്കി എന്നെ ദൈവവിളി ക്യാമ്പിലേക്ക് ആനയിച്ചതും ബഹുമാനപ്പെട്ട സിസ്റ്ററാണ്. എന്നെ ഈ വിളിയിലേക്ക് പ്രോത്സാഹിപ്പിക്കുകയും എനിക്ക് വേണ്ടി ആത്മീയ ശക്തി പകർന്നു നൽകുകയും ചെയ്തതിനെയെല്ലാം ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. എനിക്ക് വേണ്ടി എന്നും സിസ്റ്റർ പ്രാർത്ഥിക്കും എന്നുറപ്പും എനിക്കുണ്ട്. സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്, ഭൂമിയിലും അങ്ങയല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല എന്ന് പഠിപ്പിച്ച എൻ്റെ പരിശീലന കാലഘട്ടത്തിൽ എൻ്റെ ഡയറക്ടർമാരായ സിസ്റ്റർ വിനയ തെരേസിനെയും സിസ്റ്റർ ലില്ലി കാച്ചുപിള്ളിയെയും പ്രത്യേകമായി ഇന്നേ ദിനം സാന്നിധ്യം കൊണ്ട് നമ്മോടൊപ്പമായിരിക്കുന്ന സിസ്റ്റർ നിർമ്മലിനെയും ഏറെ സ്നേഹത്തോടെ ഓർക്കുന്നു. കഴിഞ്ഞ 3 വർഷങ്ങളായി എന്നെ ദൈവസ്നേഹത്തിലേക്ക് അടുപ്പിക്കുകയും എന്നെ ഈശോയ്ക്ക് അനുയോജ്യമായ മണവാട്ടിയാക്കി തീർക്കാൻ വളരെയധികം കഷ്ടപ്പാടുകൾ സഹിക്കുകയും ചെയ്ത എന്നോടുള്ള സ്നേഹത്തെ പ്രതി ഇവിടെ വരികയും ചെയ്ത സിസ്റ്ററിനെ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു.
Dear friends in Christ, I take this opportunity to thank God who created a beautiful divine life for me. To be in this divine life, it was well driven by the childhood life by my sisters, Sister Christo, Sister Tessina, Sister Joshua, Sister Grayson and Sister Maggie. Every day, in and day out, they guided me in this divine life, along with my teachers who took me personally, who cared me personally. Moreover, my life towards this divine helped me a lot, and I used to see the life of sisters, how they sacrificed, how they served to God, and how they served humanity. This impressed me a lot to become into the similar form of this congregation. The way in which they take care of people, they meet people, they counsel people, they help church. I loved it and I liked it. Moreover, I got a call from the God also. My interest towards future supposed to serve God. I take this opportunity to thank each and everyone who came here, who really blessed me a lot to become into this divine life. Each and everyone who became a part of my life. Without you, I cannot. Once again, I thank all my teachers, friends, and everyone who helped me throughout these years. നടപടി പുസ്തകം 4-ാം അധ്യായം 32-ാം വാക്യത്തിൽ തിരുവചനം ഇപ്രകാരം പറയുന്നു: വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരു ആത്മാവുമായിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല. എല്ലാം പൊതുസ്വത്തായിരുന്നു. അവരെല്ലാവരുടെയും മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. ഈ തിരുവചനം അനുവർത്തമാക്കിയ ഇടവക സമൂഹമാണ് എൻ്റെ സ്വന്തം ഗൗരിവാക്കം നൂതഞ്ചേരി ഇടവക. നിങ്ങളോടുള്ള എൻ്റെ നന്ദിയും കടപ്പാടും വാക്കുകളിൽ ഒതുങ്ങുകയില്ല. എൻ്റെ ജനനം മുതൽ ഇന്ന് ഈ സഭാവസ്ത്രം അണിഞ്ഞ് ഞാൻ ഈ തിരുമുറ്റത്തായിരിക്കുമ്പോൾ ഏറെ സന്തോഷിക്കുന്നത് എന്നേക്കാൾ ഉപരി നിങ്ങൾ ഓരോരുത്തരുമാണെന്ന് എനിക്ക് നന്നായി അറിയാം. എൻ്റെ ഈ 21 വർഷക്കാലം ഞാൻ നിങ്ങളിൽ നിന്ന് കേട്ടു, നിങ്ങളിൽ നിന്ന് പഠിച്ചു, നിങ്ങളിലൂടെ ആത്മീയമായി വളർന്നു. ഈശോയുടെ മണവാട്ടിയായി നിൽക്കുമ്പോൾ ഞാനും നിങ്ങളോടൊപ്പം സന്തോഷിക്കുന്നു. അന്നും ഇന്നും എന്നേക്കുമായി നിങ്ങൾ എനിക്കായി പ്രാർത്ഥിക്കും എന്ന വിശ്വാസവും ഉറപ്പും എനിക്കുണ്ട്. ഈ ഇടവകയിലെ ഓരോ ചെറുതും വലുതുമായ പ്രവർത്തനങ്ങൾ എന്നെ കൂട്ടായ്മയുടെ മാധുര്യം ആസ്വദിക്കുവാനുള്ള വേദികളായിരുന്നു. ഈ അവസരത്തിൽ അന്നത്തെ കാറ്റഗിസം മെച്ചമായിരുന്ന ജേക്കബ് അങ്കിളിനെയും എല്ലാ ടീച്ചേഴ്സിനെയും അൽത്താര സംഘത്തിലുണ്ടായിരുന്ന എല്ലാ കൂട്ടുകാരെയും എന്നോടൊപ്പം ആദ്യ കുർബാന സ്വീകരണം നടത്തിയ പ്രിയ കൂട്ടുകാരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അധ്വാനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഈ ദേവാലയം പടുത്തുയർത്തുവാൻ ഞാനും ഒരു ഉപകരണമായി എന്നുള്ളതിൽ ഞാൻ സന്തോഷിക്കുന്നു. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു ചെറിയ അനുഭവം, അതായത് ഞങ്ങൾ ഒരുമിച്ച് 6 പേരാണ് സഭാവസ്ത്രം സ്വീകരിച്ചത്. അതിൽ ബാക്കിയുള്ള 5 പേരും ഞങ്ങൾ പലപ്പോഴുമായി ഓരോ ഷെയറിങ് നടത്തുമ്പോഴും ഓരോരുത്തർക്കും പറയാനുള്ളത് അവരുടെ കൂടപ്പിറപ്പുകളെ കുറിച്ചുള്ള കുറേ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. സ്വന്തം രക്തബന്ധത്തിലുള്ള കുറേ കൂടപ്പിറപ്പുകളെ കുറിച്ച് കുറേ അനുഭവങ്ങൾ. പക്ഷെ എനിക്ക് എപ്പോഴും പങ്കുവയ്ക്കാനുള്ളതായിരുന്നത് എനിക്ക് ഇടവകയിൽ നിന്ന് ലഭിച്ച ഓരോ കൊച്ചു സ്നേഹത്തിനും വാത്സല്യത്തിനും ആ ഓരോ അനുഭവങ്ങളായിരുന്നു എനിക്ക് പങ്കുവയ്ക്കാനുണ്ടായിരുന്നത്. അതെല്ലാം ഞാനിപ്പോൾ നന്ദിയോടെ ഓർക്കുന്നു. അപ്പോഴൊക്കെ എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്, എന്തിട്ടാണ് നിന്റെ ഈ ചെന്നൈനെ കുറിച്ച് നിനക്ക് ഇത്രമാത്രം സ്നേഹം, നിന്റെ ഇടവക അതെന്താന്നൊക്കെ അങ്ങനെ ഓരോരുത്തർ ചോദിക്കാറുണ്ട്. പക്ഷേ ഓഗസ്റ്റ് 10-ാം തീയതി എൻ്റെ വെസ്റ്റീഷൻ്റെ അന്ന് അവരെല്ലാവരും അതിന് സാക്ഷികളായിരുന്നു. എന്താ വെച്ചാൽ ചെന്നൈയിൽ നിന്ന് ഒരു പറ്റം ആൾക്കാരായിരുന്നു എൻ്റെ വെസ്റ്റീഷന് വരികയും
എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തത്. അത് ഞാൻ ഏറെ നന്ദിയോടെ ഇപ്പോഴും ഓർക്കുന്നു. നിങ്ങളൊക്കെ കാണിക്കുന്ന ഈ സ്നേഹത്തിന് ഒരുപാട് നന്ദി. ഈ സമയം തന്നെ ഞാൻ എൻ്റെ എല്ലാ കൂട്ടുകാരെയും സ്നേഹബന്ധങ്ങളെയും ഓർക്കുന്നു. പ്രത്യേകമായി പറയാനുണ്ടെങ്കിൽ എൻ്റെ ചെറുപ്പം മുതൽ എന്നോട് കൂടെ കളിക്കുകയും വളരുകയും ചെയ്ത കൂട്ടുകാരിയാണ് അക്കു. അക്കുവിന് 2 വാക്ക് നന്ദി പറയാന്ന് വെച്ചാൽ, എൻ്റെ ചെറുപ്പം മുതൽ എനിക്കുണ്ടായിരുന്ന ഒരു കൂട്ടുകാരിയാണ് അക്കു. അപ്പോൾ ഞാൻ മഠത്തിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആള് കുറെ വിഷമിച്ചിട്ടുണ്ട്. അപ്പോൾ ആളെയൊക്കെ ഒരുപാട് നന്ദിയോടെ ഓർക്കുന്നു. പിന്നെ എന്നോട് എപ്പോഴും പറയാറുണ്ട്, വെസ്റ്റ് ഈസ്റ്റേൺ ഞാൻ എവിടെയാണെങ്കിലും, ഉഗാണ്ടയിലാണെങ്കിൽ പോലും ഞാൻ എന്തായാലും അവിടെ എത്തുന്നു. അതേപോലെ അവൾ ഹൈദരാബാദിലായിരുന്നെങ്കിലും എൻ്റെ വെസ്റ്റ് ഈസ്റ്റേണിൻ്റെ ദിവസം രാവിലെ അവിടെ എത്തുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അന്ന് വൈകുന്നേരം വരെ എൻ്റെ കൂടെ ആയിരിക്കുകയും ചെയ്തു. ഇന്നും അവൾ ഇവിടെ സന്നിധിയാണ്. അവൾ അവിടെ നിന്ന് ഒറ്റയ്ക്കാണ് വന്നത്, എങ്കിലും അവളുടെ ആ സാന്നിധ്യം എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നു. ഞാൻ KG ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അപ്പനില്ലാത്ത സമയങ്ങളിൽ ഫ്രാൻസ് തങ്ങളാണ് പല രീതിയിലും എന്നെ സഹായിച്ചത്. അതെല്ലാം ഞാൻ ഈ സമയം ഓർക്കുന്നു. പ്രത്യേകമായി സ്വർഗത്തിലിരുന്നു കൊണ്ട് അങ്കിൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. മരണം മൂലം നമ്മുടെ ഇടവകയിൽ നിന്ന് വേർപിരിഞ്ഞു പോയതും എൻ്റെ കുടുംബത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാവരെയും, പ്രത്യേകമായ ജിമ്മി അങ്കിളിനെയും ഓർക്കുന്നു. ദൈവസന്നിധിയിൽ ഇവരെനിക്കായി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന വിശ്വാസം എനിക്കുണ്ട്. അവർക്ക് നിത്യസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി എനിക്ക് നന്ദി പറയാനുള്ളത് എനിക്ക് ജന്മം നൽകി എന്നെ വളർത്തിയ എൻ്റെ മാതാപിതാക്കളോടാണ്. അപ്പ, അമ്മ, നിങ്ങളാണ് എൻ്റെ ഏറ്റവും വലിയ റോൾ മോഡൽസ്. നിങ്ങൾ എനിക്കായി സഹിച്ച കഷ്ടപ്പാടുകളും ത്യാഗങ്ങളുമെല്ലാം വളരെയധികമാണ്. ഞാൻ ഈ വിളി ലഭിച്ച് ഇവിടെ ആയിരിക്കുമ്പോൾ ഇതൊന്നും എൻ്റെ യോഗ്യത കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ വിശ്വാസവും വിശുദ്ധമായ ജീവിതവുമാണ് എന്ന് ഈ സമൂഹത്തിന് മുൻപാകെ ഞാൻ ഏറ്റുപറയുന്നു. ഇനി നിങ്ങൾ ദൈവസന്നിധിയിൽ ഉയർത്തിയ പ്രാർത്ഥനയും ഇനി ഉയർത്താൻ പോകുന്ന പ്രാർത്ഥനകളുമാണ് എൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വന്തം മകളെ പോലെ എന്നെ സ്നേഹിക്കുകയും വാത്സല്യത്തോടെ എന്നെ കരുതുകയും ചെറുപ്പം മുതൽ ഇന്ന് വരെയുള്ള എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും ഒരപ്പനും അമ്മയുമായി കൂടി നിൽക്കുകയും വഴി നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത അച്ഛനെയും അമ്മായിയെയും ഏറെ നന്ദിയോടെ ഓർക്കുന്നു. ഇണങ്ങിയും പിണങ്ങിയും എന്നോട് കൂടെ ആയിരുന്ന സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ പെനിയെയും കിബുയെയും ഏറെ സ്നേഹത്തോടെ ഓർക്കുന്നു. ഇന്നോളം നിങ്ങൾ എനിക്ക് നൽകിയ എല്ലാ സ്നേഹത്തിനും നല്ല ഓർമ്മകൾക്കും ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. നിങ്ങളുടെ ചേച്ചി ആരംഭിക്കുന്ന ഈ ജീവിതം വിശുദ്ധിയോടെ ജീവിക്കുവാൻ നിങ്ങൾ എനിക്കായി പ്രാർത്ഥിക്കണമേ. എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ എപ്പോഴും ഉണ്ടെന്ന് ചേച്ചി ഉറപ്പ് നൽകുന്നു. ഇനി ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം പ്രത്യേകമായി നന്ദി പറയുന്നു. പ്രത്യേകമായി ഹൊസൂർ രൂപതയുടെ വിവിധ ഇടവകളിൽ നിന്ന് വന്നു ചേർന്ന എല്ലാ വൈദികർക്കും, എല്ലാ സിസ്റ്റേഴ്സിനും, എല്ലാ കുടുംബാംഗങ്ങൾക്കും, ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് യാചിക്കുന്നു. നന്ദി. നമ്മളിപ്പോൾ 5-10 സെന്റിന്റെ സ്വത്ത് ഇവരൊക്കെ എത്ര വലിയ സ്വത്തിന്റെ ഇതുപോലെ നാട്ടിലും കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം. നാട്ടിലെല്ലാം ഒരിക്കലെ പോലും കാണാനും പറ്റില്ല. പറയാം